നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. പള്ളൂരിലെ RSS പ്രവർത്തകരായ വിജിത്ത്, ഷിനോജ് എന്നിവർ കൊല്ലപ്പെട്ട കേസിലാണ് വിധി. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില. ഗ്രാമിന് 105 രൂപയും പവന് 840 രൂപയും വർദ്ധിച്ച് 11,290 രൂപയും 90,320 രൂപയുമായി. മഞ്ഞോടി ടീച്ചേഴ്സ് സ്റ്റോപ്പിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. 21 പേർക്ക് പരിക്ക്. സംഘപരിവാറിൽ നിന്നും പള്ളി സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ സമർപ്പിച്ച രക്തസാക്ഷിയാണ് UK കുഞ്ഞിരാമനെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. RSSന്റെ പക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും KK രാഗേഷ്. വാർത്തകൾ വിശദമായി. ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. പള്ളൂരിലെ RSS പ്രവർത്തകരായ വിജിത്ത്, ഷിനോജ് എന്നിവർ കൊല്ലപ്പെട്ട കേസിലാണ് CPM പ്രവർത്തകരായ 16 പ്രതികളെയും വെറുതെ വിട്ടത്. കേസിലെ 2 പ്രതികൾ വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. ബാക്കിയുള്ള 14 പ്രതികളെയും കോടതി വെറുതെ വിടുകയായിരുന്നു. പള്ളൂരിലെ RSS പ്രവർത്തകരായ വിജിത്ത്, ഷിനോജ് എന്നിവരെ ന്യൂമാഹിയിൽ ബൈക്ക് തടഞ്ഞു നിർത്തി ബോംബെറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി റൂബി K. ജോസ് വിധി പറഞ്ഞത്. കേസിൽ CPM പ്രവർത്തകരായ 16 പ്രതികളെയും വെറുതെ വിട്ടു. കേസിലെ 2 പ്രതികൾ വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. ബാക്കിയുള്ള 14 പ്രതികളെയും കോടതി വെറുതെ വിടുകയായിരുന്നു. 2010 മെയ് 28-നാണ് ഇരട്ട കൊലപാതകം നടന്നത്. കേസിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവരും പ്രതികളാണ്. സുജിത്ത്, TK സുമേഷ്, ഷമീൽ, ഷമ്മാസ്, അബ്ബാസ്, രാഹുൽ, വിനീഷ്, വിജിത്ത്, ഫൈസൽ, സരീഷ്, സജീർ എന്നിവരാണ് മറ്റു പ്രതികൾ. കഴിഞ്ഞ ജനുവരിയിലാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത്. പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി പ്രതികളെ വെറുതെ വിട്ടത്. 3 ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിച്ചത്. TP കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷൗക്കത്താണ് കുറ്റപത്രം സമർപ്പിച്ചത്. നിലവിൽ ജയിലിൽ കഴിയുന്ന കൊടിസുനിയെ ഉൾപ്പെടെ വിചാരണക്കായി കോടതിയിൽ എത്തിച്ചിരുന്നു. 30 വയസ്സിന് താഴെ പ്രായമുള്ളവരായിരുന്നു കേസിലെ പ്രതികൾ. വിജിത്ത്, ഷിനോജ് എന്നീ യുവാക്കൾ മാഹി കോടതിയിൽ പോയി വരുന്നതിനിടെയായിരുന്നു ഇവർക്കെതിരെ ആക്രമണം ഉണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ബോംബെറിഞ്ഞ് വീഴ്ത്തിയായിരുന്നു കൊലപാതകം. പബ്ലിക് പ്രോസിക്യൂട്ടറായി പ്രേമരാജനാണ് ഹാജരായത്. പ്രതികൾക്ക് വേണ്ടി CK ശ്രീധരനും K. വിശ്വനും ഹാജരായി. ഇരട്ട കൊലപാതകം എന്നുള്ള നിലക്ക് പൊതുവെ ഹൈലി സെൻസേഷനുമായി ഈ കേസിൽ ഹാജരാക്കിയ സാക്ഷികളും തെളിവുകളും വ്യാജമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി വിഭാഗം തുറന്നു കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രതിഭാഗത്തിന് ഈ കാര്യത്തിൽ പറയാൻ. നമ്മുടെ കോടതികൾ കൂടുതൽ വൈബ്രൻ്റ് ആകുന്നു എന്നുള്ളത് തെളിയിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ. കള്ള സാക്ഷികളെയും തെളിവുകളെയും ഹാജരാക്കിയാൽ രാഷ്ട്രീയ എതിരാളികളെ ജയിലടക്കാമെന്നുള്ള ആ വ്യാമോഹത്തിനെതിരാണ്, അതിനേറ്റ തിരിച്ചടിയാണ്. അതുകൊണ്ട് വളരെ നറുപാല് പോലെ ശുദ്ധമായ തെളിവുകൾ മാത്രം കോടതിയിൽ ഹാജരാക്കി അത് പരിശോധിച്ച് വിധി പറയാനാണ് കോടതി താല്പര്യപ്പെടുന്നത് എന്നുള്ളത് ഈ ഇന്നത്തെ വിധി കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ന്യൂമാഹി ഇരട്ടക്കൊലക്കേസ് അന്വേഷണത്തിൽ അപാകതയുണ്ടെന്ന് സൂചിപ്പിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ P. പ്രേമരാജൻ കുടുംബങ്ങളുമായി ആലോചിച്ച് മേൽക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ന്യൂമാഹി ഇരട്ട കൊലപാതക കേസിലെ വിധിയിൽ കുടുംബങ്ങളുമായി ആലോചിച്ച് അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. കേസ് അന്വേഷണത്തിൽ അപാകതയുണ്ടായെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സൂചിപ്പിച്ചു. സംഭവം നടക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രി. കേസ് ഭൂരിഭാഗവും അന്വേഷിച്ചത് DYSP ആയിരുന്ന പ്രിൻസ് എബ്രഹാമാണ്. ജയിൽ ഉദ്യോഗസ്ഥരെ പോലും ഭീഷണിപ്പെടുത്തുന്ന പ്രതികൾക്കെതിരെ സാക്ഷി പറയാൻ ആളെ കിട്ടിയില്ലെന്നും P. പ്രേമരാജൻ പറഞ്ഞു. വേറെ ആര് വന്നിട്ട് ഈ കേസിൽ സാക്ഷി പറയും? വേറെ ആരാണ് ഈ കേസിൽ സാക്ഷി പറയാൻ തയ്യാറാവുക? ആ ഒരു സാഹചര്യം കൂടി നിങ്ങൾ കണക്കിലെടുക്കണം. ജയിൽ സൂപ്രണ്ട് ഇവിടെ കൊടുത്ത റിപ്പോർട്ടുകൾ വളരെ വ്യക്തമാണ്. കോടതിയിൽ വന്ന സമയത്ത് മദ്യപിച്ച് കോടതിയിൽ വരികയും ഇവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കൂടുതൽ കടക്കുന്നില്ല. എനിക്ക് വിധി പഠിച്ചതിന് ശേഷം ആ അപ്പീൽ കോടതിയെ സമീപിക്കും. കാരണം നീതി ദേവതയുടെ കണ്ണ് എന്തായാലും തുറക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഇതൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് കെട്ടിച്ചമച്ച തെളിവുകളെന്ന് പ്രതിഭാഗം പറഞ്ഞു. തെളിവുകളും കെട്ടിച്ചമച്ചു. ബോംബ് സ്ഫോടനം നടന്നതിന്റെ തെളിവ് പോലും ഇല്ലായിരുന്നെന്നും
പ്രതികൾക്ക് വേണ്ടി ഹാജരായ ശ്രീ കെ ശ്രീധരൻ പറഞ്ഞു. ബോംബെറിഞ്ഞ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ്. ബോംബ് ആരെറിഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ തെളിവില്ല. റോഡിൽ വെച്ച് ബൈക്കിൽ പോകുന്ന വിജിത്തിൻ്റെയും ഷിനോജിൻ്റെയും നേരെ ബോംബെറിഞ്ഞു എന്നാണ് ആരോപിച്ചിട്ടുള്ളതെങ്കിൽ കല്ലായിച്ചുങ്കം അങ്ങാടിയിലെ ഈ ന്യൂമാഹി പെരിങ്ങാടി റോഡിൽ എവിടെയും ബോംബ് സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോ തൊട്ട് തെക്കു ഭാഗത്തുള്ള ഒരു ആട് ഫാം കോമ്പൗണ്ടിനകത്താണ്. ആട് ഫാം കോമ്പൗണ്ടിനകത്ത് വെച്ച് ഒരു സംഭവം നടന്നതായി FIR-ൽ പരാമർശമേയില്ല. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുന്ന സ്വർണ്ണവില 90,000-ലേക്ക്. അന്താരാഷ്ട്ര സ്വർണ്ണവില $4,000 മറികടന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് 105 രൂപയും പവന് 840 രൂപയും വർദ്ധിച്ച് 11,290 രൂപയും 90,320 രൂപയുമായി. തിങ്കളാഴ്ച പവന് 89,480 രൂപയായിരുന്നു. സെപ്റ്റംബർ 9-നാണ് സ്വർണ്ണവില ആദ്യമായി 80,000 പിന്നിട്ടത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്നതാണ് സ്വർണ്ണവില ഉയരാൻ പ്രധാന കാരണം. അമേരിക്കയിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വവും US ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷകളുമാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ആഗോള സ്വർണ്ണ വിപണിയിൽ ചൊവ്വാഴ്ച ഔൺസിന് $3,985 നിലവിലെ ഭൗമ രാഷ്ട്രീയ സാമ്പത്തിക കാലാവസ്ഥ കലുഷിതമാണ്. ഈ അനിശ്ചിതത്വ സാഹചര്യത്തിൽ സ്വർണ്ണവിലയിൽ നിരന്തരം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മഞ്ഞോടി ടീച്ചേഴ്സ് സ്റ്റോപ്പിൽ തലശ്ശേരിക്കും കോപ്പാലം ഭാഗത്തേക്കും വരികയായിരുന്ന ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അപകടത്തിൽ 21 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 10:20-നായിരുന്നു അപകടം. തലശ്ശേരി കോപ്പാലം റൂട്ടിൽ മഞ്ഞോടിക്കടുത്ത് ടീച്ചേഴ്സ് സ്റ്റോപ്പിൽ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് നിരവധി പേർക്ക് പരിക്കേറ്റത്. ചമ്പാടേക്ക് പോവുകയായിരുന്ന KL 58 AC 46 54 നമ്പർ പാട്യം ജനകീയ ബസ്സും തലശ്ശേരിയിലേക്ക് വരികയായിരുന്ന KL 58 S 45 44 നമ്പർ ABT അമയ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. മുന്നിൽ സഞ്ചരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷ വെട്ടിച്ചതിനെ തുടർന്ന് പാട്യം ജനകീയ ബസ് നിർത്തിയപ്പോൾ മുന്നിൽ നിന്നും വന്ന ABT ബസ് ഇടിക്കുകയായിരുന്നു. റോഡിനിരുവശവും മരങ്ങളുടെ ശിഖരങ്ങളുണ്ടായിരുന്നതിനാൽ ABT ബസ് ഡ്രൈവർക്ക് വെട്ടിക്കാനാകാഞ്ഞതാണ് അപകടത്തിന് ഇടയാക്കിയത്. കമ്പികളിലിടിച്ചും മറ്റുമാണ് യാത്രക്കാർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റവർ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സ നേടി. ബിന്ദു ചമ്പാട്, അക്ഷയ പുത്തൂർ, ജിതേഷ് തോട്ടുമൽ, രാഘവൻ തലശ്ശേരി, ഷൈജു ഏലാങ്കോട്, അക്ഷയ് കുന്നോത്തുപറമ്പ, സ്വപ്ന തിരുവങ്ങാട്, ഫസൽ പൊന്നം, നിത ചമ്പാട്, മോഹൻദാസ് കുട്ടിമാക്കുൽ, അബ്ദു ചമ്പാട്, വനജ പന്തക്കൽ, അനീഷ് പത്തായക്കുന്ന്, നിർമ്മല വെള്ളച്ചാൽ, ശാന്ത ശങ്കരനെല്ലൂർ, ചന്ദ്രൻ ചിരുവാഞ്ചേരി, സൂര്യ കടവത്തൂർ, അഭിലാഷ് കുട്ടിമാക്കുൽ, കൗസല്യ ചോറോട്, അനിത പത്തായക്കുന്ന്, മാലതി തലശ്ശേരി എന്നിവർക്കാണ് പരിക്കേറ്റത്. റോഡിനിരുവശത്തുമുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാത്തതിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. സംഘപരിവാറിൽ നിന്നും പള്ളി സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ സമർപ്പിച്ച രക്തസാക്ഷിയാണ് UK കുഞ്ഞിരാമനെന്നും RSSന്റെ പക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. കണ്ണൂർ നീർവേലിയിൽ നശിപ്പിച്ച UK കുഞ്ഞിരാമൻ സ്മാരക സ്തൂപം സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാറിൽ നിന്നും പള്ളി സംരക്ഷിക്കുന്നതിനു വേണ്ടി ജീവൻ സമർപ്പിച്ച രക്തസാക്ഷിയാണ് UK കുഞ്ഞിരാമനെന്നും RSSന്റെ പക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും KK രാഗേഷ് പറഞ്ഞു. അവിടുന്ന് പിന്തിരിഞ്ഞ് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ പിന്തിരിഞ്ഞു പോയ RSSകാർ സഖാവ് UK കുഞ്ഞിരാമനെ വെട്ടിപ്പളർന്ന് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. UK കുഞ്ഞിരാമൻ പള്ളിയിൽ പോകുന്ന ആളല്ല. പള്ളിയിൽ പോകാത്ത UK കുഞ്ഞിരാമൻ പള്ളി സംരക്ഷിക്കുന്നതിന് വേണ്ടി, സംഘപരിവാറിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ സമർപ്പിച്ച രക്തസാക്ഷിയായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ UK കുഞ്ഞിരാമൻ്റെ ഉൾപ്പെടെയുള്ള രക്തസാക്ഷികളുടെ അതിശക്തമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ RSS ഉദ്ദേശിച്ചതുപോലെ വർഗീയ കലാപം ഇല്ലാതെ പോയിട്ടുള്ളത്. അപ്പോൾ RSSന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തെ തടഞ്ഞ ഒരു പക ഇപ്പോഴും RSSന് UK കുഞ്ഞിരാമനോടുണ്ട്. RSS ഇപ്പോഴും കേരളത്തിലാകെ ലക്ഷ്യം വെക്കുന്നത് ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഇനി എവിടെയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ പകയാണ്, ഈ കലാപ മനസ്സാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇവിടെ ചെയ്യുന്നതിന് വേണ്ടി ഇടയായിട്ടുള്ളത്.
കണ്ണൂർ നീർവേലി ആയിത്തര റോഡരികിലായി സ്ഥിതി ചെയ്യുന്ന UK കുഞ്ഞിരാമൻ സ്മാരക സ്തൂപം ഇടിച്ചു തകർത്ത നിലയിലും കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കിയ നിലയിലുമാണ് കാണപ്പെട്ടത്. സ്തൂപത്തിന് സമീപമുള്ള കൊടിമരവും പതാകയും നശിപ്പിച്ച നിലയിലായിരുന്നു. ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികളും CPM പ്രവർത്തകരും കൂത്തുപറമ്പ് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കൂത്തുപറമ്പ് പോലീസ് സ്ഥലം സന്ദർശിച്ചു. കൂത്തുപറമ്പ് ACP KV പ്രമോദിന്റെയും പോലീസ് ഇൻസ്പെക്ടർ ഗംഗപ്രസാദിന്റെ നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. മൊബൈൽ ഫോറൻസിക് യൂണിറ്റും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി വിവരശേഖരണം നടത്തി. KK രാഗേഷിനൊപ്പം CPM നേതാക്കളും പ്രവർത്തകരും സ്ഥലം സന്ദർശിച്ചു. കൊടുവള്ളി റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിവശത്ത് ഫുഡ് സ്ട്രീറ്റ് സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും. ഇത് സംബന്ധിച്ച് നിയമസഭാ സ്പീക്കർ AN ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കൊടുവള്ളി റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിവശത്ത് ഫുഡ് സ്ട്രീറ്റ് സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും. ഇത് സംബന്ധിച്ച് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കൊടുവള്ളി റെയിൽവേ ഗേറ്റിനോട് ചേർന്ന അടഞ്ഞ ഭാഗത്ത് മേൽപ്പാലത്തിന്റെ കീഴിൽ ഫുഡ് സ്ട്രീറ്റ് നിർമ്മിക്കുന്നതിന് തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കേരള പ്രൊഫഷണൽ നെറ്റ്വർക്ക് തലശ്ശേരി ചാപ്റ്റർ സമർപ്പിച്ച പ്രപ്പോസൽ അംഗീകരിച്ചതായി പൊതുമരാമത്തും വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അറിയിച്ചു. പ്രൊജക്ടിന്റെ കൺസെപ്റ്റും ഡിസൈനും സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ SK അവതരിപ്പിച്ചു. യുവജനങ്ങൾക്ക് ക്രിക്കറ്റ്, ഫുട്ബോൾ മത്സരങ്ങൾ വീക്ഷിക്കുന്നതിനും സംഗീത പരിപാടി അവതരിപ്പിക്കുന്നതിനുമുള്ള പൊതു ഇടമായി ഈ ഭാഗം മാറുമെന്നും തലശ്ശേരിയുടെ നൈറ്റ് ലൈഫിന്റെ സാധ്യത പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും അഭിപ്രായമുയർന്നു. യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അജിത് ലാൽ, സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി T മനോഹരൻ നായർ എന്നിവർ പങ്കെടുത്തു. കാലത്തെ സംസ്കാരത്തെ സാഹിത്യത്തെ നവീകരിക്കുന്നതാണ് കലകളെന്ന് പ്രൊഫസർ KEN കുഞ്ഞഹമ്മദ്. കേരള കൾച്ചറൽ ഹെറിറ്റേജ് ഫോറം മാഹി ശ്രീനാരായണ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പൈതൃക പുരസ്കാര സമർപ്പണം 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KEN. സങ്കല്പത്തിനപ്പുറമുള്ള ശാസ്ത്ര വികസനമാണ് നടക്കുന്നതെന്നും സത്യം സങ്കല്പത്തെ പോലും മറികടന്ന ശാസ്ത്ര കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നതെന്നും KEN പറഞ്ഞു. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിലൊക്കെ പറഞ്ഞതുപോലെ വെറുപ്പിന്റെ വൈറസ് കടന്നു വരാത്ത സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, സംവാദത്തിന്റെ ഒരു അന്തരീക്ഷം, അതാണ് ഏക മതം. അഖിലൊരു ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇന്ന് സദാവിധയിലിരുന്നു. നമ്മൾ നിരന്തരം ചെയ്യുന്ന സകലമായ ഇടപെടലുകളുടെയും കർമ്മങ്ങളുടെയും ചുരുക്കം എന്ന് പറയുന്നത് ആത്മസുഖമാണ്. അതുകൊണ്ട് ഒരൊറ്റ മതം, അതിൽ ഒരു കാലുഷ്യവും കൂടാതെ മനസ്സമർത്തി നിൽക്കണം എന്നാണ് ആത്മോപദേശത്തിലെ പ്രധാനപ്പെട്ട ആ ശ്ലോകം പറയുന്നത്. അതോടുകൂടി ഞാൻ സഹോദരൻ അയ്യപ്പൻ്റെ ഒരു 4 വരി കൂടി, പ്രത്യേകിച്ചും ഇതൊരു വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ അടങ്ങുന്ന ഒരു സദസ്സായതുകൊണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അറിവിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അറിവ് അനന്തമാകയാൽ എന്നും ആരായാൻ ചൊല്ലും, സയൻസിന് തൊഴുന്നു ഞാൻ. ആദ്യത്തെ വരി, എത്ര തന്നെ അറിഞ്ഞാലും അറിവ് അനന്തം ആകയാൽ എന്നും ആരായാൻ ചൊല്ലും, സയൻസിന് തൊഴുന്നു ഞാൻ. അറിവിനെ കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാടാണ് സഹോദരൻ മുന്നോട്ട് വെക്കുന്നത്. TK ഭാസ്കരൻ അധ്യക്ഷനായി. ഡോക്ടർ PP ഷാജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ നിതീഷ് നാറാത്ത് പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി. ഡോക്ടർ RLV രാമകൃഷ്ണൻ മോഹിനിയാട്ടം, VP മൻസിയ ഭരതനാട്യം, ഡോക്ടർ PK സബിത് വിദ്യാഭ്യാസം, KK നിരഞ്ജൻ കേരള നടനം, കലാമണ്ഡലം അബി ചാക്യാർകൂത്ത്, കലാമണ്ഡലം കാർത്തിക് ശങ്കർ ഓട്ടൻതുള്ളൽ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. ഡോക്ടർ NK രാമകൃഷ്ണൻ, NK കമലാവതി, MM പ്രീതി, സത്യൻ മാടാക്കര, PP രാജൻ, രാജാറാം തൈപ്പള്ളി, സജീവൻ ചോറോട്, ചാലക്കര പുരുഷു, കലൈമാമണി സതീശങ്കർ, K അശോകൻ, PK സവിത, ഉത്തമരാജ് മാഹി, AR രോഹിത് എന്നിവർ സംസാരിച്ചു. പൂരക്കളി ആശാൻ P ഭാസ്കരൻ പണിക്കർ, കാസർഗോഡ് തെയ്യം കലാപ്രതിഭ CP പ്രമോദ് പണിക്കർ, പരിചമുട്ടുകളി വിദഗ്ധൻ ജഗത് രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. KK സൂര്യനന്ദന സ്വാഗതവും PK വിനീത് നന്ദിയും പറഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സർഗാത്മക സദസ്സും സംഘടിപ്പിച്ചു. പാനൂരിൽ നടന്ന പരിപാടി പ്രശസ്ത ചിത്രകാരൻ പൊന്നം ചന്ദ്രൻ ചിത്രം വരച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഹുഗാസ പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
ഐക്യദാർഢ്യ സദസ് പാനൂരിൽ സംഘടിപ്പിച്ചു. പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സർഗാത്മക സദസ് പാനൂരിൽ ഒരുക്കിയത്. പാനൂർ ടൗണിൽ പ്രകടനവും നടത്തി. ശബ്ദമുയർത്തുക നാട്ടാരേ, കണ്ണു തുറക്കൂ കാണുക പാനൂർ ബസ് സ്റ്റാൻഡിലാണ് ഐക്യദാർഢ്യ സദസ് ഒരുക്കിയത്. പ്രശസ്ത ചിത്രകാരൻ പൊന്നിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചിലരുമായ മനുഷ്യരുടെ വിലാപം കേൾക്കും. ഈ യുദ്ധത്തിന് എന്താണ് കാരണം? ആത്യന്തികമായി പരിശോധിച്ചാൽ ലാഭാധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് ആ സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുന്ന കാലത്തോളം യുദ്ധം അവസാനിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഈ യുദ്ധമേഖലയിൽ ഉപയോഗിക്കാനുള്ള ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക, നവീനമായ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കക്ക് ആയുധ നിർമ്മാണം ഏറ്റവും ലാഭം കൂടിയ വ്യവസായമാണ്. 350% ലാഭം കിട്ടുന്ന മറ്റൊരു വ്യവസായവും അമേരിക്കയിലില്ല. നിങ്ങൾ നോക്കൂ, ഇത്രയും കൂടുതൽ സമ്പത്ത് ശേഖരിക്കാൻ കഴിയുന്ന, പണമുണ്ടാക്കാൻ കഴിയുന്ന വ്യവസായം. അതുകൊണ്ട് ആ വ്യവസായം നിലനിൽക്കണമെങ്കിൽ ഓരോ രാജ്യത്തെയും ആയുധമണിയിക്കണം. തൊട്ടടുത്ത രാജ്യവുമായിട്ട് യുദ്ധം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ അണിയറ പ്രവർത്തനങ്ങൾ നടത്തണം. എവിടെയൊക്കെ സമ്പത്തുണ്ടോ അവിടെയെല്ലാം അമേരിക്കയുടെ കഴുകൻ കണ്ണുണ്ടാകും. ഫുഗാസ പാനൂർ മേഖലാ പ്രസിഡന്റ് പവിത്രൻ മൊകേരി അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ശശി, മേഖലാ സെക്രട്ടറി MK വിശ്വനാഥൻ, മുസ്തഫ കമാൽ, PK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഐക്യദാർഢ്യ സർഗാത്മക സദസ്സിൽ KV നീന ഗസയിലെ കണ്ണുനീർ സ്കെച്ച് അവതരിപ്പിച്ചു. അനിരുദ്ധൻ എട്ടുവീട്ടിൽ, രാജേന്ദ്രൻ ചൊക്ലി എന്നിവർ തിരുവോര ചിത്രം വരച്ചു. ബാലകൃഷ്ണൻ മൊകേരി, പവിത്രൻ നെടുമ്പ്രം, ബാബുരാജ് കുഞ്ഞുതുറമ്പ്, സുരേഷ് ബാബു നിള്ളങ്ങൽ, MC ശ്രീധരൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. പള്ളൂർ ശ്രീ വിനായക കലാക്ഷേത്രം പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളർ, ശാസ്ത്രീയ സംഗീതം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരായ അധ്യാപകരുടെ സേവനം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഒക്ടോബർ 2 രാവിലെ 10 മണിക്ക് പള്ളൂർ ഗണപതി വിലാസം സ്കൂളിൽ വെച്ച് ആരംഭിക്കുന്നു. ബന്ധപ്പെടുക 953981 986 9447 642330. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി.
ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. മലയാള കലാഗ്രാമത്തിലെ നിലവിലുള്ള കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സംഗീതം, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിദഗ്ധ അധ്യാപകർ, വിസിറ്റിംഗ് ഫാക്കൽറ്റി സേവനങ്ങൾ. ബന്ധപ്പെടേണ്ട നമ്പർ 0490233291, 7907361149, 9447646125. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. ലോക കാഴ്ച ദിനത്തോടനുബന്ധിച്ച് തലശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗവും PK ഐ കെയർ ആശുപത്രിയും ചേർന്ന് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ 10 മുതൽ നഗരസഭാ കോമ്പൗണ്ടിലാണ് ക്യാമ്പ് നടക്കുകയെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PK ഐ കെയർ ആശുപത്രിയും തലശ്ശേരി നഗരസഭയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. വൈസ് ചെയർമാൻ MV ജയരാജൻ അധ്യക്ഷനാവും. TK സാഹിറ, N സുരേഷ് കുമാർ, മുഹമ്മദ് അലി അബൂബക്കർ, K സുരേഷ് കുമാർ, അനിൽകുമാർ വിലങ്ങിൽ എന്നിവർ സംസാരിക്കും. നേത്ര പരിശോധന ക്യാമ്പ് നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. രാവിലെ 10 മണി മുതൽ തലശ്ശേരി മുനിസിപ്പാലിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജമുന റാണി ടീച്ചറാണ് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. ക്യാമ്പിൽ അധ്യക്ഷനായിട്ട് ശ്രീ MV ജയരാജൻ സർ, വൈസ് ചെയർമാൻ തലശ്ശേരി മുനിസിപ്പാലിറ്റി. സ്വാഗതം പറയുന്നത് TK സാഹിർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആരോഗ്യം. ക്യാമ്പിലെ ആശംസകൾ പറയുന്നത് ശ്രീ സുരേഷ് കുമാർ, സെക്രട്ടറി തലശ്ശേരി മുനിസിപ്പാലിറ്റി, ശ്രീ സുരേഷ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ, ശ്രീ മുഹമ്മദ് അലി അബൂബക്കർ, PK അഡ്മിൻ മാനേജർ. ഇതിനോട് അനുബന്ധിച്ച് നടത്തുന്ന ക്യാമ്പിൽ ഒരു നേത്ര പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ഡോക്ടർ നീതി S കൃഷ്ണയുടെ നേതൃത്വത്തിൽ PK ഐ കെയറിലെ കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ നീതി നടത്തുന്നതായിരിക്കും. ഇതിൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നത് ശ്രീ അനിൽകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ തലശ്ശേരി ആണ്. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ വിശദ വിവരങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പിലെ ഡോക്ടർ പരിശോധന, കണ്ണിൻ്റെ പ്രഷർ NCT എന്ന് പറയും, ഡ്രൈ ഐ ടെസ്റ്റ്, അതായത് കണ്ണുനീരിൻ്റെ അളവ് കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന ടെസ്റ്റ്,
വിഷൻ ആൻഡ് റിഫ്രാക്ഷൻ, തിമിര നിർണയം, കാട്രാക്ട് നിർണയം, അതുപോലെ കോങ്കണ്ണ്, കുട്ടികൾക്കുണ്ടാകുന്ന സ്കിൻ്റെ അങ്ങനെയുള്ള ഇതിൻ്റെ നിർണയമാണ് മെയിനായിട്ട് നടത്തുന്നത്. അപ്പോൾ ക്യാമ്പിലൂടെ ഈ ചികിത്സ നിശ്ചയിച്ചിട്ടുള്ള രോഗികൾക്കുള്ള തുടർ ചികിത്സകൾ PKI കെയറിന്റെ നേതൃത്വത്തിൽ തന്നെ നടത്തപ്പെടുന്നതായിരിക്കും. PKI കെയർ ആശുപത്രിയിലെ ഡോക്ടർ നീതി എസ് കൃഷ്ണ നേത്ര പരിശോധന ബോധവൽക്കരണ ക്ലാസ് എടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. കണ്ണിന്റെ പ്രഷർ, ഡ്രൈ ഐ ടെസ്റ്റ്, തിമിര നിർണയം, കോങ്കണ്ണ് പരിശോധന, വിഷൻ ആൻഡ് റിഫ്രാക്ഷൻ തുടങ്ങിയ പരിശോധനകളാണ് ക്യാമ്പിൽ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരാവുന്നവർക്ക് തുടർ ചികിത്സാ സൗകര്യം PKI കെയർ ആശുപത്രിയിൽ ലഭ്യമാകും. കൂടാതെ 1 വർഷം വാലിഡിറ്റിയുള്ള ഹെൽത്ത് കാർഡും നൽകും. വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ 1 വർഷത്തോളം വാലിഡിറ്റിയുള്ള ഒരു ഐ ഹെൽത്ത് കാർഡ്. ഈ കാർഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡുമായിട്ട് നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എപ്പോൾ വേണമെങ്കിൽ PKI കെയറിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാർഡ് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് രജിസ്ട്രേഷൻ ചാർജ് അതിൽ പകുതി മതി. അതുപോലെ തിമിര ശസ്ത്രക്രിയ, കണ്ണിൻ്റെ സ്കാനിങ്ങുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു കാർഡ് നമ്മൾ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് കൊടുക്കാനായിട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ PKI കെയർ ആശുപത്രി MD PP മുഹമ്മദ് അലി, ജനറൽ മാനേജർ ദീപക് R മേനോൻ, PRO ടിൽസ് ആന്റണി എന്നിവർ പങ്കെടുത്തു. മാഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വാസ്തുവിദ്യാ നികേതൻ, വാസ്തുവിദ്യുത്സഭയും വിശ്വകർമ്മ പ്രകാശ എന്ന വാസ്തുവിദ്യാ സംബന്ധിയായ പുസ്തക പ്രകാശനവും സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ ഹോട്ടൽ ശ്രീ ഗോകുലം ഫോർട്ട് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാസ്തുശാസ്ത്രത്തിന്റെ പ്രചാരണവും പഠനവും ലക്ഷ്യമിട്ട് കഴിഞ്ഞ 16 വർഷമായി മാഹി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് വാസ്തുവിദ്യാ നികേതനം. വാസ്തുവിദ്യയുടെ പ്രചാരണത്തിനും പഠനത്തിനും വേണ്ടി നിരവധി കാര്യങ്ങൾ ഈ സ്ഥാപനം നടത്തി വരുന്നുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി നിരവധി സെമിനാറുകൾ, അതേപോലെ തന്നെ സംവാദങ്ങൾ, ചർച്ചകൾ, പ്രദർശനങ്ങൾ തുടങ്ങിയവയെല്ലാം ചെയ്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നമ്മളുടെ വാസ്തുവിദ്യുത്സഭ. വാസ്തുശാസ്ത്രത്തിന്റെ പഠനത്തിനും പ്രചാരണത്തിനും ഊന്നൽ നൽകി കഴിഞ്ഞ 16 വർഷമായി നിർമ്മാണ മേഖലയിൽ എന്നും പ്രസക്തമായ വാസ്തുവിദ്യാ ശാസ്ത്രത്തെപ്പറ്റി ചർച്ചയും സംവാദവും സമവായവും നടത്തുന്നതിനായാണ് വാസ്തുവിദ്യ കൈകാര്യം ചെയ്യുന്ന AB ശിവൻ, KK ശിവൻ, കാണിപ്പയ്യൂരിന്റെ മകൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയ പ്രശസ്തർ സംബന്ധിക്കുന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വാസ്തു പണ്ഡിതന്മാരെയും ആർക്കിടെക്റ്റുകളെയും അതേപോലെ തന്നെ ജ്യോതിഷികളും എല്ലാം വിദ്യാർത്ഥികളും വാസ്തുവിന് താല്പര്യമുള്ള ആളുകളെല്ലാം കൂട്ടായി പങ്കെടുത്ത് വാസ്തുവുമായി ബന്ധപ്പെടുന്ന പല വിഷയങ്ങളിലും ചർച്ച ചെയ്യുകയും സംവാദം ചെയ്യുകയും സമവായത്തിലെത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ വാസ്തുവിദ്യുത്സഭ. എത്രയോ എപ്പിസോഡുകൾ ഈ വാസ്തുവിദ്യുത്സഭ ഇതിനോടകം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഈ മാസം നടക്കുന്ന തലശ്ശേരി വെച്ച് നടക്കുന്ന വാസ്തുവിദ്യുത്സഭയിൽ 4 വിഷയങ്ങളിൽ വാസ്തു പണ്ഡിതന്മാർ പ്രബന്ധം അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. പ്രാചീന സംസ്കൃതം ലളിതവൽക്കരിച്ച് സാധാരണക്കാർക്കും കൂടി ഹൃദ്യസ്ഥമാവുന്ന ശൈലിയിൽ 13 വർഷത്തെ കഠിന പ്രയത്നത്താൽ പൂർത്തിയാക്കിയ വിശ്വകർമ്മ പ്രകാശ പുസ്തകം വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കും വാസ്തുവിദ്യ വിദ്യാർത്ഥികൾക്കും മുതൽക്കൂട്ടാണെന്ന് സംഘാടകരായ KK ബാലൻ, PP മന്മഥൻ, P ശ്രീശൻ, CP ഉദയഭാനു, ചന്ദ്രൻ P നാഥാപുരം, RK മുരളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. തലശ്ശേരി നോർത്ത് ഉപജില്ലാ കായികമേളയ്ക്ക് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ MV ജയരാജൻ നിർവഹിച്ചു. തലശ്ശേരി നോർത്ത് ഉപജില്ലാ കായികമേളയ്ക്ക് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കമായി. തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ MV ജയരാജൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒക്ടോബർ 8, 9, 10 തീയതികളിലായാണ് കായികമേള നടക്കുന്നത്. ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി നോർത്ത് ഉപജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് സെക്രട്ടറി സുസ്മിത ആലക്കാടൻ, വിവിധ സംഘടനാ പ്രതിനിധികളായ മിഥുൻ മുകുന്ദൻ, K ധനരാജ്, ശ്രീകുമാർ, ഹമീദ, HM ഫോറം സെക്രട്ടറി ഷീജിത്ത് K എന്നിവർ സംസാരിച്ചു. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായുള്ള കായിക താരങ്ങൾ 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ മാറ്റുരയ്ക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി.
വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് പി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അനിയന്ത്രിതമായ വഴിയോര കച്ചവടം നിയന്ത്രിക്കുക. തലശ്ശേരി ലോഗൻസ് റോഡിലെ വർക്കുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ പോകുമ്പോൾ കല്ലുകൾ തെറിച്ച് 4ഓളം ഷോപ്പുകളുടെ ഗ്ലാസുകൾ പൊട്ടുകയും നഷ്ടം സംഭവിക്കുകയും ചെയ്തു. നഷ്ടം സംഭവിച്ച ഷോപ്പുകാർക്ക് ഉടനെ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തലശ്ശേരി മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് പി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നിയമപ്രകാരം വ്യാപാരം നടത്താൻ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ സമയം, അതുപോലെ തന്നെ അളവുകൾ ഓരോ മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ കോർപ്പറേഷനുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മറവിൽ എല്ലാ പഞ്ചായത്തിലും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ വെച്ച്, അതുപോലെ തന്നെ അങ്ങാടികളുടെ ഹൃദയഭാഗത്ത് വെച്ച്, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ വെച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 10-15 വണ്ടികളിലായിട്ട് വലിയ ഗുണ്ടാ സംഘം പോലെ ഓരോ ടൗണുകളിലേക്കും ഓരോ ആളുകളെ നിശ്ചയിച്ചുകൊണ്ട് വഴിപാടിപ്പത്തിനായി വിടുകയാണ്. എന്താ പറയാനുള്ളത്? നേരത്തെ സൂചിപ്പിച്ചു, പാവപ്പെട്ട വ്യാപാരികളാണെന്ന വ്യാജേനയാണ് ഈ വ്യാപാരം നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് പാവപ്പെട്ടവര്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈസൻസ് കൊടുത്ത്, വിവിധ തരത്തിലുള്ള ലൈസൻസ് കൊടുത്ത് തൊഴിൽ നികുതി, ഇവിടെ തൊഴിലെടുക്കാനുള്ള തൊഴിൽ നികുതി അടച്ചുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളോടൊപ്പവും സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാപാരികളാണോ ഇവിടെ എതിരുള്ള ആളുകൾ? യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ലൈസൻസ് നിന്ന ആളുകൾക്ക് ഞങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യതയില്ലേ? വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി ലൈസൻസ് കൊടുക്കുകയും ഉദ്യോഗസ്ഥന്മാർ ഓഫീസുകളിൽ ചടഞ്ഞിരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഇപ്പം നാട്ടിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ കൊടുക്കുന്ന സേവനങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? ലൈസൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ, ലൈസൻസ് എടുത്തിട്ടില്ലെങ്കിൽ കടയിൽ വരുന്ന കണ്ടുവരുത്തി പ്രേരിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടുള്ള മുന്നറിയിപ്പ് എന്ന് പറയാനുള്ളത്, ലൈസൻസ് കൊടുത്ത വ്യാപാരികൾക്ക് അവർക്ക് സുരക്ഷ കൊടുക്കാനുള്ള നിയമവും നിങ്ങൾ കൊടുക്കുന്ന സർക്കുലറുകളുണ്ട്. നിങ്ങൾ ലൈസൻസ് കൊടുത്ത വ്യാപാരികളെ സംരക്ഷിക്കാനുള്ള ചുമതല ആർക്കാണ്? ഇവിടെ നാട്ടുകാർക്കല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തലശ്ശേരി ടൗൺ പ്രസിഡന്റ് ഇല്യാസ് ചാത്താടി അധ്യക്ഷനായി. സമിതി ഏരിയ കമ്മിറ്റി അംഗം ദിനേശൻ കോടിയേരി, സുബിൻ മാണിക്കോത്ത് എന്നിവർ സംസാരിച്ചു. സമിതി തലശ്ശേരി ടൗൺ സെക്രട്ടറി ഇസ്മയിൽ സ്വാഗതവും സമിതി തലശ്ശേരി ടൗൺ ട്രഷറർ റഫീഖ് കാത്താണ്ടി നന്ദിയും പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ ചെയർപേഴ്സണും വൈസ് ചെയർമാനും സെക്രട്ടറിക്കും നിവേദനവും കൈമാറി. അനിയന്ത്രിതമായി വർദ്ധിച്ചുവരുന്ന തെരുവോര കച്ചവടം നിയന്ത്രിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കേരള സംസ്ഥാന വ്യാപാര വ്യവസായി സമിതി മൊകേരി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. ധർണ സമിതി ജില്ലാ കമ്മിറ്റി അംഗം കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അനിയന്ത്രിതമായി വർദ്ധിച്ചുവരുന്ന തെരുവോര കച്ചവടം നിയന്ത്രിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മൊകേരി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. ധർണ സമിതി ജില്ലാ കമ്മിറ്റി അംഗം കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാര മേഖലയ്ക്ക് വളരെ വലിയ ഭീഷണിയായി ഉയർന്നു വരുന്ന വഴിയോര കച്ചവടം, അതിന് സാധാരണഗതിയിൽ ലൈസൻസ് കൊടുക്കുന്ന തരത്തിലേക്ക് ഗവൺമെന്റ് നീങ്ങാനുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ ഇന്ന് നമ്മുടെ ഗവൺമെന്റിന്റെ എല്ലാവിധ ഖജനാവിന്റെ സ്രോതസ്സും അതിന്റെ വലിയൊരു ഭാഗം വ്യാപാര മേഖലയിൽ നിന്നാണ്. നമ്മുടെ ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങുമ്പോൾ ആ വ്യാപാര സ്ഥാപനത്തിന് സ്വാഭാവികമായിട്ടുള്ള ലൈസൻസ് വേണം. ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ ആ ലൈസൻസിന്റെ ഫീ, ഏറ്റവും ചെറിയ ഫീസ് 100 രൂപയായിരുന്നു. എന്നാൽ ഈ നിൽക്കുന്ന സമയത്ത് അതിന്റെ ലൈസൻസ് ഫീ 500 രൂപ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 500 രൂപ വരെ എത്തി നിൽക്കുമ്പോഴും വ്യാപാരികളാരും സമരരംഗത്തേക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് വ്യാപാരങ്ങൾ മുന്നോട്ട് പോകുന്നതിനു വേണ്ടി പല വിധത്തിലായിട്ടുള്ള ലൈസൻസുകൾ, ഫുഡ് സേഫ്റ്റി ലൈസൻസുകൾ,
അത് 27 ലക്ഷം വരെയുള്ള വാർഷിക വരുമാനത്തിൽ വിറ്റുവരവിന് 1000 രൂപ എന്നുള്ളത്, അതും അതിന്റെ പരിധി കുറച്ചുകൊണ്ട് സാധാരണ ലൈസൻസ് എല്ലാം 2000 രൂപയിലേക്ക്. കൂരാറ യൂണിറ്റ് സെക്രട്ടറി വി രജീഷ് അധ്യക്ഷത വഹിച്ചു. പാട്ടിപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് രാജീവൻ കെ സ്വാഗതവും കെ കരുണൻ നന്ദിയും പറഞ്ഞു. രമേഷ് ബാബു, ജിജി രജീഷ്, സുഹറ, കരുണൻ, അശോകൻ, പ്രദീപൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പാനൂർ നഗരസഭ ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടി പാനൂരിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. രമ്യ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പി സജീവൻ സ്വാഗതവും ശ്രീജിത്ത് കെ വി നന്ദിയും പറഞ്ഞു. സജീവൻ, ശ്രീജിത്ത്, രവീന്ദ്രൻ, രാജേഷ്, യൂസഫ്, ഫിർദൌസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കേരള സംസ്ഥാന വ്യാപാര വ്യവസായി സമിതി പിണറായി, പാറപ്രം, എരുവട്ടി യൂണിറ്റുകൾ സംയുക്തമായി വഴിയോര കച്ചവടം നിയന്ത്രണ വിധേയമാക്കുക എന്നാവശ്യപ്പെട്ട് പിണറായി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രമോദ് മാനന്തേരി ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പിണറായി, പാറപ്രം, എരുവട്ടി യൂണിറ്റുകൾ സംയുക്തമായി വഴിയോര കച്ചവടം നിയന്ത്രണ വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് മാർച്ചും ധർണയും നടത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രമോദ് മാനന്തേരി ഉദ്ഘാടനം ചെയ്തു. നിയന്ത്രണ നിയമം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ആ നിയമം കർശനമായി നടപ്പിലാക്കുക, അനധികൃതമായിട്ടുള്ള വ്യാപാരം തടയുക, അതുവഴി ലൈസൻസ് എടുത്ത് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളെ സംരക്ഷിക്കുക. ഇതെല്ലാമാണ് ഞങ്ങൾ ഈ പ്രതിഷേധ സമരത്തിൽ കൂടി ഉന്നയിക്കുന്ന മുദ്രാവാക്യം. സി കെ നിയാസ് അധ്യക്ഷനായി. വി സുഗതൻ, എം പ്രകാശൻ, ശ്രീജിത്ത് എരുവട്ടി എന്നിവർ സംസാരിച്ചു. കെ വിനീത് കുമാർ സ്വാഗതം പറഞ്ഞു. അനിയന്ത്രിതമായ വഴിയോര കച്ചവടം നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കൂത്തുപറമ്പ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ സഹദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏത് കച്ചവടക്കാരനാണ് വെള്ളം പരിശോധിച്ച് കത്തിക്കറ്റുന്നത്? അവർക്ക് ഇതെല്ലാം ചെയ്യാം. ഞങ്ങൾ ന്യായമായിട്ടും ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ സേവിക്കുന്ന പാവപ്പെട്ട സംഘടനയാണ് അവർ. ആ സംഘടന പറയുന്നത് ഞങ്ങളുടെ ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവട സ്ഥാപനത്തിന് മുമ്പിൽ അനധികൃതമായിട്ടുള്ള വഴിയോര കച്ചവടം തടസ്സപ്പെടുത്തുന്ന നിയമവിരുദ്ധമാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മുദ്രാവാക്യം ഒരാൾക്കൊരു തൊഴിൽ നികുതിയെ വേണ്ടി. പക്ഷേ ഇവിടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുടെ ചെയ്യുന്ന പരിപാടി എന്താണ്? ഇപ്പോൾ എനിക്കൊരു പേടിയുണ്ട്, ഞാനാരും ലൈസൻസ് ഉണ്ട്, എനിക്ക് 10 ഗോഡൗൺ ഉണ്ട്, 10 ഗോഡൗണും തൊഴിൽ നികുതി വേണം, നിയമപരമായിട്ട് വേണ്ട. ഇത് അടിയന്തരമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിയമനിർമ്മാണം നടത്തണം എന്നാണ് ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിനോടും മുനിസിപ്പൽ കോർപ്പറേഷനോടും പഞ്ചായത്തിനോടും ആവശ്യപ്പെട്ടത്. അതിനു വേണ്ടിയാണ് സമരം. പുരോഗമന കലാസാഹിത്യ സംഘം തലശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയ ബസ് സ്റ്റാൻഡിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സർഗാത്മക സദസ്സ് സംഘടിപ്പിച്ചു. തെരുവോര ചിത്രരചനയും അരങ്ങേറി. പുഗസ സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ഈ നരഹത്യയെ, ഈ വംശഹത്യയെ, ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെ ന്യായീകരിക്കുന്ന മനുഷ്യരുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. പക്ഷെ അതിലപ്പുറം ലോകത്തിലെ മനുഷ്യസ്നേഹികളെല്ലാം വലിയ രീതിയിൽ ഫലസ്തീന്റെ കൂടെയാണ്, ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കൂടെയാണ്, ഗാസയിലെ സ്ത്രീകളുടെ കണ്ണുനീരിന്റെ കൂടെയാണ്,
ഗാസയിൽ നമ്മൾ നോക്കി നിൽക്കെ മരിച്ചു വീഴുന്ന മനുഷ്യരിനു കൂടിയാണ് സകല മനുഷ്യ സ്നേഹികളും ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. കഴിഞ്ഞ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുന്ന നെതന്യാഹു പ്രസംഗിക്കുന്നു. ഇസ്രായേലിന്റെ അധിപൻ പ്രധാനമന്ത്രി നെതന്യാഹു പ്രസംഗിക്കുന്നു. അപ്പോൾ ഉണ്ടായ ഒരു കൂക്കിവിളിയുണ്ട്, ഒരു പ്രതിഷേധമുണ്ട്, ഒരു ഇറങ്ങിപ്പോക്കുണ്ട്. അത് ലോകത്തിന്റെ ചിത്രമാണ്, ലോകം മുന്നോട്ട് വെച്ച അടയാളമാണ് അവിടെ കണ്ടത്. അത് വലിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. ലോകത്തിലെ ഇസ്രായേലിലെ തന്നെ 33ഓളം എഴുത്തുകാർ ചേർന്ന ഒരു വലിയ പ്രസ്താവന, എഴുത്തുകാരും കലാകാരന്മാരും ചേർന്ന ഒരു വലിയ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. സുരാജ് ചിറക്കര അധ്യക്ഷനായി. TM ദിനേശൻ, N രമേശൻ എന്നിവർ സംസാരിച്ചു. പൊന്നം സുനിൽ, ചന്ദ്രൻ വടക്കുംപാട്, ഷൈനി കെ പൊന്നം എന്നിവർ ചിത്രം വരച്ചു. ജാബിർ മാളിയേക്കൽ പാലസ്തീൻ പോരാട്ട കവിതകൾ അവതരിപ്പിച്ചു. നീലാഞ്ജന ഗാസ ഏകാഭിനയം അവതരിപ്പിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കി പച്ചപ്പിന്റെ പുതുയുഗം തീർക്കുകയാണ് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 3 യുവാക്കൾ. കുന്നോത്ത് ഇസ്മയിൽ, തെക്കാടത്ത് സിറാജ്, കുനിയിൽ സമീർ ഇവരാണ് വാർഡ് 12 ജൈവ കൃഷിയുടെ മാതൃക കാട്ടിയിരിക്കുന്നത്. കണ്ണങ്കോട്ട് പ്രദേശത്ത് കാട് പിടിച്ചു കിടന്ന 80 സെന്റ് തരിശുഭൂമിയാണ് കുന്നോത്ത് ഇസ്മയിൽ, തെക്കാടത്ത് സിറാജ്, കുനിയിൽ സമീർ എന്നിവർ ചേർന്ന് വൃത്തിയാക്കി 1200-ലധികം വാഴകൾ നട്ടുപിടിപ്പിച്ചത്. പ്രദേശത്തെ ഏറ്റവും വലിയ വാഴത്തോട്ടങ്ങളിലൊന്നായി ഇവരിതിനെ മാറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മൾ വയനാടൻ രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ കണ്ണങ്കോട് നമ്മൾ തുടങ്ങിയത്.
പിന്നെ ഇത് മഞ്ചേരിക്കുള്ളിൽ നിന്നുള്ള ഒരു 5.5 മാസം കൊണ്ട് കൊലക്കുന്ന ഒരു വാഴയാണ്. കൊല കൊത്താൻ വെട്ടിയെടുക്കാൻ ഒരു 9 മാസം കൊണ്ട് കൊല വെട്ടിയെടുക്കാം. മറ്റുള്ള വാഴക്കനുസരിച്ച് ഒരു കൊല്ലങ്ങളും വേണം. ഇത് 5.5 മാസം വേണ്ടു. അപ്പം നമുക്ക് കൊല വെട്ടിയെടുക്കാം. ഇത് മഞ്ചേരിക്കുള്ളിരുന്ന വാഴയാണ്. പിന്നെ ഈ വളപ്രയോഗം ഫുൾ ജൈവവളമാണ്. അതിൽ കടലപ്പിണ്ണാക്ക്, കോഴിവളം, പിന്നെ പശുവിന്റെ കാട്ടം എന്നിവ ഇട്ടിട്ടുള്ള കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ 300 വാഴ അപ്പുറം വെച്ച് കൂടുതൽ എന്തായി നമുക്ക് നല്ല ഇത് കിട്ടി, റിസൾട്ട് വന്നു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ സുഹൃത്തായ സിറാജിനോട് പറഞ്ഞു നമുക്കൊരു സ്ഥലം കിട്ടിയാൽ കൂടുതൽ വാഴ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അന്വേഷിച്ചിട്ട് നമ്മൾ 3 ആളും സമീറും ഞാനും സിറാജും കൂടിയിട്ട് 1200 വാഴ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. കണ്ണങ്കോട് കത്തായ വയലിലാണ്. വികസനവും കൃഷിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സന്തുലിത മാതൃകയിലാണ് വാർഡിലെ പ്രവർത്തനങ്ങൾ. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്ന ശ്രമങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സജീവമായി നടന്നുവരികയാണെന്ന് വാർഡംഗം ഫൈസൽ കൂലോത്ത് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുന്നോത്തുറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡ് കണ്ണങ്കോട് മുക്കത്തായ വയലിലാണ് ഈ വാഴത്തോട്ടുള്ളത്. ഇവിടെ ഒരു കാട് പിടിച്ച് നിൽക്കുന്ന സ്ഥലമായിരുന്നു. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ചെറുപ്പക്കാരായ 3 ആളുകൾ ഇതിന് സന്നദ്ധരായി വന്നപ്പോൾ ആ സ്ഥലോടമ അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിലവൊരുക്കി. പഞ്ചായത്ത് ഈ പുഴയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിന്റെ ആഴം കൂട്ടി വെള്ളം കരയിലേക്ക് കയറാത്ത രീതിയിൽ സംരക്ഷിച്ചു കൊടുത്തു. ഈ ഒരു കൃഷി വളരെ പ്രധാനപ്പെട്ട മെത്തേഡിലാണ്, ഒരു മാതൃക തന്നെയാണ്, പഠനാർഹമാണ്. പഞ്ചായത്ത് ഈ വർഷത്തെ ഏറ്റവും മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് പ്രിയപ്പെട്ട ഇസ്മായിലിന് നൽകി ഈ കൃഷിയുടെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റ് ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകളൊക്കെ നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് കൃഷി ഓഫീസർ ആനന്ദ് സാറുടെ നേതൃത്വത്തിൽ അതൊക്കെ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വികസനവും കൃഷി എന്ന സന്തുലിത വികസന കാഴ്ചപ്പാടിൽ പ്രചോദനമാണ് ഇത്തരത്തിലുള്ള യുവാക്കൾ കൃഷിയിലേക്ക് കൂടുതലായി മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ അനുഭവം. പ്രിയപ്പെട്ട യുവ കർഷകർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളുടെ ഭാഗമായി കുന്നോത്ത് ഇസ്മയിലിന് ഗ്രാമപഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകൻ എന്ന ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. കൃഷി കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനായി ഹോർട്ടിക്കൾച്ചറൽ മിഷനിലൂടെ ധനസഹായത്തിനുള്ള അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട് ഇസ്മയിൽ. മഞ്ഞൾ, കുരുമുളക്, കവുങ്ങ്, ചേന, ചേമ്പ് എന്നിവയും വാർഡിൽ കൃഷി ചെയ്യുന്നുണ്ട്. പൂക്കൃഷിയും പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മള് വയനാട്ടില് ഓൾറെഡി വാഴക്കൃഷി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്മായിലിനൊരു നമുക്കിത് നാട്ടിൽ ചെയ്താലെന്നാണ്. അപ്പോൾ നാട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ പാലത്തായി ഒരു സ്ഥലം ചെറിയൊരു സ്ഥലം എടുത്തിട്ട് ഒരു 300 വാഴ വെച്ചിട്ട് അവിടെ ചെയ്തു നോക്കിയിട്ട് അത് വിജയകരമായ ഇസ്മായിൽ എന്നോട് പറഞ്ഞ് നമുക്ക് കുറച്ച് കൂടുതൽ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം എവിടെയാണ് കിട്ടുക. അങ്ങനെയാണ് ടി കുഞ്ഞമ്മദ് കായുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷത്തില്ല. അവർ പറഞ്ഞു നിങ്ങൾ ചെയ്തോ, കൃഷി ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. ഈ 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഫുള്ള് മുഴുവനായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് ഇറ്റാച്ച് കൊണ്ടുവന്ന് അതിനെ വൃത്തിയാക്കിയിട്ട് നമ്മളെ കൂടെ ഇതിന് പണിക്ക് വയനാട്ടിൽ നിന്ന് വരുന്ന ആദിവാസികളിൽപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അവരിന്ന് വന്നില്ല, അവരിവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ താമസവും കാര്യങ്ങളിലായിട്ട് അവരും കൂടിയാണ് ഇസ്മായിലും സമീറും നമ്മളെല്ലാം കൂടിയിട്ടാണ് ഇന്ന് ഈ കാണുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചത്. ഇനിയും ഇതിനൊരു കൊലയെത്തണമെങ്കിൽ ഒരു 2.5-3 മാസം ഇനിയും വേണം. മൊത്തത്തിൽ 3-5 മാസം ഇനിയും ഉണ്ടായാൽ ഇത് റെഡിയാവും. കുന്നോത്തുപറമ്പിലെ 3 യുവാക്കളുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് തരിശു നിലങ്ങൾ പച്ചപ്പിലേക്ക് മാറുകയാണ് കണ്ണങ്കോട്ട് വാർഡിൽ. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ തലശ്ശേരി മേഖലയിലെ ലൈബ്രറിയന്മാർക്കായുള്ള ശില്പശാല തലശ്ശേരി പെൻഷനേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MK രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ തലശ്ശേരി മേഖലയിലെ ലൈബ്രറിയന്മാർക്കുള്ള ശില്പശാല തലശ്ശേരി പെൻഷനേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MK രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കുറെ കൂടെ പരിപോഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിന് എന്തൊക്കെ മെക്കാനിസമാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി, എന്തൊക്കെ ടൂളുകളാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും അത് പറഞ്ഞു. വായനാ മത്സരം പറഞ്ഞു. പുസ്തകക്കൂട് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ ഒരു കാലത്ത് ആവിഷ്കരിച്ചിരുന്നു. എന്താ വളരെ മനോഹരമായിട്ടൊരു സങ്കല്പമാണ്. ആളുകൾ കൂടുന്ന സ്ഥലത്ത് നമ്മൾ ഒരു പുസ്തക ഷെൽഫ് വെക്കുന്നു. ചെറിയ ചെറിയ പുസ്തകങ്ങൾ, വലിയ പുസ്തകങ്ങളൊന്നും വേണം. ഇപ്പോൾ കാൻവസോ സഹോദരന്മാർ മറ്റേ കുറ്റവും ശിക്ഷയും അങ്ങനെ വലിയ ഇതിഹാസ നോവലുകളൊന്നും അവിടെ വേണം. അവിടെ ഒരു 10, 50, 60 അല്ലെങ്കിൽ 100 പേജൊക്കെ വരുന്ന പുസ്തകങ്ങൾ, പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ ഓപ്പണായിട്ട് നമ്മൾ കൊടുക്കുന്നു. അതാണ് ഈ പറയുന്ന അതിന് നമ്മൾ പ്രത്യേകം ഒരു പദ്ധതിയായിട്ട് തന്നെ പുസ്തകം കൂടുതലുള്ള പദ്ധതിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ആളുകൾ കൂടുന്ന ഇടങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ,
ആശുപത്രികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഇപ്പോൾ വായന നടക്കുന്ന ഒരു സ്ഥലം ആശുപത്രിയാണ്. കാരണം അവിടെ രോഗികളുടെ കുട്ടിരിപ്പുകാരായിട്ട് വരുന്നവരൊക്കെ തന്നെ സമയം പോകാൻ വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ ലൈബ്രറി പുസ്തകങ്ങളെ ആശ്രയിക്കാം. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ആശയങ്ങൾ അതിന്റെ പിറകിലുണ്ട്. അപ്പൊ പുസ്തകക്കൂടുപോലുള്ള പരിപാടികളുണ്ട്. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വായനാ വസന്തം എന്നുള്ള പദ്ധതി തീർച്ചയായിട്ടും ഇതിന്റെ ഒക്കെ മേലെയായിട്ട് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതിയാണ് എന്ത് വായന. താലൂക്ക് പ്രസിഡന്റ് പവിത്രൻ മൊഗേരി അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ, താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ, യു ബ്രിജേഷ്, എൻ വി രമേശൻ എന്നിവർ സംസാരിച്ചു. 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന പുതുച്ചേരി കേരള സമാജം ഈ വർഷത്തെ ഓണാഘോഷങ്ങളുടെ സമാപന പരിപാടിയായി കുടുംബ സൗഹൃദമേള സംഘടിപ്പിച്ചു. പോണ്ടിച്ചേരിയിലെ സെന്റ് ആന്റണീസ് മഹലിൽ പുതുച്ചേരി നിയമസഭാ സ്പീക്കർ ഏബലം സെൽവം ഉദ്ഘാടനം ചെയ്തു. പോണ്ടിച്ചേരിയിലെ സെന്റ് ആന്റണീസ് മഹലിൽ നടന്ന കുടുംബ സൗഹൃദമേള പുതുച്ചേരി നിയമസഭാ സ്പീക്കർ ഏബലം സെൽവൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ലക്ഷ്മി നാരായണൻ മുഖ്യാതിഥിയായി. MLA ശിവശങ്കരൻ വിശിഷ്ടാതിഥിയായി. സമാജം പ്രസിഡന്റ് ചെമ്മേരി രവീന്ദ്രൻ അധ്യക്ഷനായി. മേളയുടെ കൺവീനർ VM രതീഷ് കുമാർ സ്വാഗതവും സമാജം സെക്രട്ടറി ജൂഡ് ബെർലിൻ നന്ദിയും പറഞ്ഞു. പോണ്ടിച്ചേരി മലയാളികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളടങ്ങുന്ന ഒരു മെമ്മോറാണ്ടം വിശിഷ്ടാതിഥികൾക്ക് കൈമാറി. ചടങ്ങിൽ മലയാളം മിഷൻ അധ്യാപകരെ ആദരിച്ചു. വിവിധ കലാപരിപാടികൾ, ഓണസദ്യ, ഫോക്ക് ഗ്രാഫർ ബാൻഡിന്റെ സംഗീത മെഗാ ഷോ എന്നിവയും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. പള്ളൂരിലെ RSS പ്രവർത്തകരായ വിജിത്ത്, ഷിനോജ് എന്നിവർ കൊല്ലപ്പെട്ട കേസിലാണ് വിധി. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില. ഗ്രാമിന് 105 രൂപയും പവന് 840 രൂപയും വർദ്ധിച്ച് 11,290 രൂപയും 90,320 രൂപയുമായി. മഞ്ഞോടി ടീച്ചേഴ്സ് സ്റ്റോപ്പിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം, 21 പേർക്ക് പരിക്ക്. സംഘപരിവാറിൽ നിന്നും പള്ളി സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ സമർപ്പിച്ച രക്തസാക്ഷിയാണ് UK കുഞ്ഞിരാമനെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. RSSന്റെ പക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും KK രാഗേഷ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.